ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുഞ്ഞാറ്റാസ് വേൾഡ്. എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗോതമ്പില്ലേ, ആ ഗോതമ്പ് കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാനായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗോതമ്പ് കണ്ടില്ലേ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ്, ഇതിൽ നിറയെ കച്ചറ ഉണ്ടാവും, കുറുമ്പും ഈ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ പണ്ട് ഒരു സിനിമയിൽ കൽപ്പന പറയുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ അവർക്കിത് വേറെ പൊതിഞ്ഞു വന്നുകൂടെയെന്ന്. അതാണ് അവസ്ഥ, അത്രയും കുറുമ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ കുറുമ്പുകളൊക്കെ കളയാണ്. കുറേ സമയം പൊറുക്കിയെടുക്കാനുണ്ടാവും. കുറേ പെറുക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ചേറണം, ചേറി അങ്ങനെ കുറേ പോവും. ചേറുമ്പോൾ കുറേ പോവും, പിന്നെ പെറുക്കിയിട്ടും കുറേ കളയണം. പിന്നെ വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, വലിയ പാത്രത്തിൽ ഇതിടുക, ഈ ഗോതമ്പ് ഇടുക. അപ്പം കുറേ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരുന്ന ഇതൊക്കെ വേസ്റ്റുകളായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. നല്ല മണികളുണ്ടാവുമല്ലോ ഗോതമ്പ്, അത് വെള്ളത്തിൻ്റെ താഴെ നിൽക്കും. അല്ലാത്തതൊക്കെ പൊങ്ങി വരും. ആ പൊങ്ങി വരുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെയും കളയാം. ഇതൊരു നാടൻ രീതിയാണ് ഈ ചേറി കളയുന്നത്. അങ്ങനെ നമ്മൾ ഒക്കെ പെറുക്കിയെടുത്തിട്ട് ഗോതമ്പ് വെള്ളത്തിൽ ഒരു 3 പ്രാവശ്യം ഞാൻ കഴുകി. 3 പ്രാവശ്യം കഴുകിയപ്പോഴേക്കും അതിലുള്ള എല്ലാ വേസ്റ്റും പോയി. ഇപ്പോൾ കണ്ടോ, വെള്ളത്തിൻ്റെ മുകളിലൊന്നുമില്ല, എല്ലാ മണികളും താഴെയാണ്, വെള്ളത്തിൻ്റെ താഴെയാണ്. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇടണം ഇത്. കാരണം ഈ ഗോതമ്പിൻ്റെ മുകളിൽ നല്ല തൊലി ഉണ്ടാവും. ആ തൊലി പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ഉരലിലിടിച്ചിട്ട് പിന്നെ അതിൻ്റെ തൊലികൾ ഇതേപോലെ മുറത്തിലിട്ട് ചേറി കളയുക ചെയ്യുക. ഇപ്പം അങ്ങനത്തെ സംവിധാനം ഇല്ല, വീട്ടിൽ മുറ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ജാറിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ആ ജാറിൽ ആ ഗോതമ്പിനേക്കാൾ മുകളിലായിട്ട് വെള്ളം നിർത്തണം. വെള്ളം നിർത്തിയ ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒന്ന് 2-3 പ്രാവശ്യം കറക്കിയെടുക്കുക. അങ്ങനെ കറക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ ലേശം കൂടെ വെള്ളം ഒഴിക്കുക അതിൽ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് നല്ലോണം അടിക്കുക. ഇത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് കിട്ടാൻ നമ്മൾ ആ ഗോതമ്പ് കഴുകുന്ന സമയത്ത് കുറച്ച് സമയം അത് വെള്ളത്തിൽ പുതിർത്തി വെച്ചാൽ നല്ലതാണ്. അങ്ങനെ പുതിർത്തി വെച്ചാൽ പെട്ടെന്നായി കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുക. നല്ലോണം ഒന്ന് കറക്കിയെടുക്കുക. കുറച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കിത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം കറക്കിയെടുത്താൽ മതി. അപ്പോൾ അത് ഒന്ന് നുറുങ്ങി കിട്ടും. അങ്ങനെ ആ നുറുക്കില്ലേ, ഇത് കഴുകിയതാണ് ഞാനിപ്പോൾ. ഇതൊരു 5-6 പ്രാവശ്യം കഴുകണം നമ്മൾ. വെള്ളത്തിലിട്ട് ഒരുപാട് വലിയൊരു പാത്രത്തിലിട്ട് തോനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ കുറുമ്പുകളൊക്കെ, അതിൻ്റെ തൊലിയൊക്കെ പോവും. അങ്ങനെ പോയി കിട്ടിയതാണ് ഈ കാണുന്ന ഗോതമ്പ്. ഇനി നമ്മളിത് ഒരു കുക്കറിലേക്ക് ഇടാം. കുക്കറിലിട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന്, ചിലരുടെ കുക്കറിൽ പെട്ടെന്ന് വേവും, ചിലരുടെ കുറേ ടൈം എടുക്കും. അപ്പോൾ എന്തായാലും ആ കുക്കറിൻ്റെ മുകളിൽ നിൽക്കാനുള്ള വെള്ളം വേണം. എന്നിട്ട് ഗ്യാസിൽ വെക്കുക. 4, 5, 6 ഒക്കെ വിസിലിടേണ്ടി വരും, ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ചിട്ട് കേട്ടോ. ഇനി നമ്മൾ അത് വറവിടാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. അതാണിപ്പോൾ കാണിക്കുന്നത്. ഒന്ന് ചീരുള്ളി, അതായത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ശർക്കര, ഇങ്ങനെ ചിരകിയെടുത്ത ശർക്കര, നെയ്യ്, 6 kg ഡാൽഡ എന്ത് വേണേലും ഉപയോഗിക്കാം. പിന്നെ തേങ്ങ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതും. പിന്നെ ഏലക്കായും കൂടെ ആവശ്യമുണ്ട് ഇതിലേക്ക്. ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചീരുള്ളിയാണ് ടേസ്റ്റ്. സവാളയും ഇടും ചിലരൊക്കെ. ഒരു ചൊയ കിട്ടുന്നത് ചീരുള്ളിക്കാണ്. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒഴിച്ചിട്ടോ, നെയ്യ് ഒഴിക്കണേ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഏലക്കായ് ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക.
തേങ്ങ ഇങ്ങനെ ചിരകിയെടുക്കുന്നതിന് പകരം കൊത്തി എരിഞ്ഞതും പറ്റും. പൂണ്ടെടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ കൊത്തി എരിയല്ല, അങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. ഇത് ഞാൻ എളുപ്പം നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. മറ്റേതാണ് ടേസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതാണ് ടേസ്റ്റ്. ഇത് ഏകദേശം വറുത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ചിരകി വെച്ച ശർക്കര കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അത് ശർക്കര ഉരുകി വരുന്ന സമയത്ത് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കാര്യം പറയാൻ മറന്നു, ഗോതമ്പ് കുക്കറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം, കുറച്ച് ഉപ്പ് ചേർക്കണം. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ശർക്കര ഉരുകി വരുമ്പം ചിലപ്പോൾ അടിക്ക് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തുള്ളി വെള്ളം, ഞാൻ ആ ശർക്കര ഇട്ടിരുന്ന പാത്രത്തിന് ഒരു പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ വറവ് കൂട്ട് റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പ് കുക്കറിൽ വേവിച്ച് വെച്ച ഗോതമ്പില്ലേ, അത് നമ്മൾ ഇതിലേക്ക് കോരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ശർക്കര പാനിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ മധുരവും ആ തേങ്ങയും എല്ലായിടത്തും എത്തുന്നവരെ മിക്സ് ചെയ്യുക. ഇത് തിന്നാൻ ഏറ്റവും ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഗോതമ്പ് ഷുഗർ ഉള്ളവരൊക്കെ രാത്രി ചോറിന് പകരം ഗോതമ്പ് ചപ്പാത്തിയൊക്കെ തിന്നുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. ഈ ശർക്കര നന്നോന്ന് എനിക്കറിയില്ല, അപ്പോൾ അത് ഒഴിവാക്കിയാൽ മതി. ഇതിങ്ങനെ ശർക്കര ഇല്ലാതെ തിന്നാൻ ടേസ്റ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഏറ്റവും സൂപ്പറാണിത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ നിങ്ങളെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.